ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ കളി നല്ല കിഡിലോസ്കി കളിയല്ലായിരുന്നോ? ഇന്നലത്തെ കളി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സഞ്ജുവിൻ്റെ ഷോട്ടുകളൊക്കെ 3 സിക്സും ഒന്നും പറയാനില്ലാത്ത ഷോട്ടായിരുന്നു. ആ ബൗണ്ടറിയും നല്ല അടിപൊളിയായിരുന്നു കാണാൻ. പുള്ളി കളിക്കുമ്പോൾ മാത്രം എന്താ ഇത്ര ബോൾ സിമ്പിളായിട്ട് വരുമ്പോൾ തോന്നും നമുക്ക്. പക്ഷേ പുള്ളിയുടെ പെട്ടെന്ന് ഒരു ഔട്ടാവും എന്ന ടെൻഷനാണ് നമുക്ക് കൂടുതലും വരുന്നത്. പക്ഷേ ഇന്നലത്തെ കളി ഇഷാൻ കിഷനും അടിപൊളിയായിട്ട് കളിച്ചു. സഞ്ജു സാംസണും നല്ലൊരു കാമിയോ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി 3 സിക്സ് ഒരു 4 പെട്ടെന്ന് പുള്ളി ഇഷാന് കളിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ ആ സമയത്ത് പുള്ളി അറ്റാക്ക് ചെയ്തത്. പിന്നെ പുള്ളിയുടെ ആ ബാറ്റ് മറിച്ച് പിടിച്ചിട്ടുള്ള കളിയാണ് പുള്ളിയുടെ എല്ലാ കളിക്കും പ്രശ്നം വരുന്നത്, ക്യാച്ച് പോകുന്നത്. പുള്ളി ആ ബാറ്റ് സ്ട്രെയിറ്റ് കളിക്കുമ്പോൾ ബാറ്റ് തിരിഞ്ഞു പോകും. പെട്ടെന്ന് തിരിഞ്ഞ് പുള്ളി ലെഗ് സൈഡിലേക്ക് അങ്ങ് അടിക്കുകയാണ്. സ്ട്രെയിറ്റ് ആ ബാറ്റ് വയ്ക്കണമെങ്കിൽ കറക്റ്റ് സിക്സ് അത്. പക്ഷെ പുള്ളി എന്തോ പുള്ളിക്ക് ആ ടൈമിങ് പഠിച്ച് ബോളിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നതാണ്. പുള്ളി ഉദ്ദേശിച്ച പോലെ കണക്റ്റ് ആയില്ല. എന്തായാലും സഞ്ജുവിൻ്റെ ഇന്നലത്തെ കളി കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒരു 5 ബോളും കൂടി നിന്നായിരുന്നെങ്കിൽ ആശാനൊരു 50 അടിച്ചേനെ. ഒരു 4 സിക്സ് അടിക്കാനുള്ള മൂടി തന്നെയായിരുന്നു പുള്ളി. പക്ഷേ എന്ത് ചെയ്യാം, എപ്പോഴും അങ്ങനെ സംഭവിക്കില്ലല്ലോ. പിന്നെ ഇഷാൻ കിഷൻ അടിപൊളി കളിയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ എൻ്റെ പൊന്നോ, ഇതുപോലെ കളിക്കുന്നൊരു കളിക്കാരൻ. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് പുള്ളി പെട്ടെന്ന് എന്താ പറയുക, സിക്സിനോടാണ് പുള്ളിക്ക് താല്പര്യം. ചുമ്മാ എന്ത് സിമ്പിളായിട്ട് സിക്സ് അടിക്കുന്ന ഹാർദിക് പാണ്ഡ്യ. ഇന്നലെ ധൂപ് ഇച്ചിരി സ്ലോ ആയിരുന്നു. പിന്നെ എന്തിനാ റിങ്കു സിങ്ങിനെ ഇറക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. വല്ലപ്പോഴും ഒരു കളി പുള്ളി നന്നായിട്ട് കളിക്കും. അങ്ങനെ കളിക്കുന്ന ഒരാളെ ഇറക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസണെ ഒരു ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശേഷം ഇറക്കുമോ, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും ഒന്നിച്ച് വരുന്ന ടൈമിങ്ങിൽ ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് 5-6 പൊസിഷനിൽ മാറി മാറി ഇറക്കിയ നല്ല സൂപ്പർ ടീമാണ് ഇന്ത്യ. എന്തിനാ ഈ റിങ്കു സിങ്ങിനെ ഇറക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. നല്ലൊരു കഴിവുള്ള താരമാണ് സഞ്ജു. നീ ഇവിടെ ഈ പൊസിഷനിൽ നീ ഫിക്സഡാണ്, നീ കളിച്ചോ. ഇനിയിപ്പോൾ ഓപ്പണിങ്ങിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നീ അവിടെ ഇറങ്ങാൻ, രണ്ടിനും റെഡി ആക്കിയോ, അടിച്ചോ, ആക്രമിച്ച് തന്നെ കളിച്ചോളാൻ പറഞ്ഞാൽ നല്ലൊരു പ്ലെയറെയാണ് ഇന്ത്യ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, അത് ഈ അഭിഷേക് ശർമ്മയ്ക്ക് കൊടുക്കും പോലെ സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്ത സഞ്ജു നല്ലൊരു പ്ലെയർ തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, ഇന്ത്യ എന്നായാലും നല്ല കിടിലൻ കളിയായിരുന്നു കേട്ടോ. ഇന്ത്യയുടെ ബോളിംഗ് പിന്നെ പറയണ്ട. വരുൺ ചക്രവർത്തി ബോൾ ചെയ്യാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാറ്റിംഗ് പിച്ച് ബോളിംഗ് പിച്ച് മാതിരി രീതികളിപ്പോൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ബോളിംഗ്, അക്സർ നല്ല ബോളിംഗ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വാഷിങ്ടൺ സുന്ദറിന് റിങ്കു സിംഗിനെ കൊണ്ടുവരുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കട്ടെ. റിങ്കു സിംഗ് മാറി ആ പൊസിഷനിൽ സഞ്ജു വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ആവശ്യത്തിലധികം ബോളർമാർ ഇന്ത്യക്കുണ്ട്. ബുംറയുണ്ട്, ഹർദിക് ഉണ്ട്, പിന്നെ വരുൺ ചക്രവർത്തി ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്, ഹർഷവ് സിംഗ് ഉണ്ട്, ശിവൻ ദൂബെ ഉണ്ട്, തിലക് വർമ്മ വരെ ബോൾ ചെയ്യും, അഭിഷേക് ശർമ്മ ബോൾ ചെയ്യും. ബോളർമാരെ ആവശ്യമില്ല, നല്ല പ്രോപ്പർ ഒരു ബാറ്റ്സ്മാനാണ് ആവശ്യം സഞ്ജുവിനെ പോലത്തെ. അത് പാകിസ്ഥാനെതിരെയാകുമ്പോൾ സഞ്ജു ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സഞ്ജുവിനെ ഇപ്പോൾ ഓപ്പണിംഗ് കളിക്കാൻ സാധ്യതയുണ്ട്. അഭിഷേക് ശർമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയില്ല എന്നാണ് പറയുന്നത്. പുള്ളിക്ക് ചിലപ്പോൾ ഒരു റെസ്റ്റ് കൊടുക്കും. ഈ സൂപ്പർ 8ലേക്ക് ചെന്ന് കഴിയുമ്പോൾ കളിക്കാനുള്ള പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു വിഷയമായി മാറും. ഇപ്പോൾ സഞ്ജു കളിച്ചാലും അഭിഷേക് ശർമ്മ കളിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. സഞ്ജു ഇപ്പോൾ ഈ 2 പരമ്പരയായിട്ടല്ലേ മോശം ഫോമിലുള്ളൂ. അതിനിപ്പോൾ ഈ സെഞ്ചുറി അടിച്ച ആളല്ലേ, അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇന്ത്യയുടെ സൂപ്പർ കളിയായിരുന്നു. പിന്നെ നമീബിയ നല്ല ബോളിംഗ് ആയിരുന്നു കേട്ടോ. അവർ ആ 15 ഓവറിലേക്ക് ഇന്ത്യ 150 160 റണ്ണായപ്പോൾ ഞാൻ ഓർത്തു 240 230 റണ്ണാണ് പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് ഇന്ത്യയുടെ വിക്കറ്റ് സർവറാന്ന് പറഞ്ഞ് അവരെടുത്തു. അവരുടെ സ്പിന്നർ നല്ല അടിപൊളി ബോളറാട്ടോ ആ ബോളർ. നമുക്ക് അവരുടെ പേരുകളൊക്കെ പറയാൻ കേട്ടിട്ടില്ലാത്ത പേരാണെങ്കിൽ നല്ല ബോളർമാരെല്ലാവരും. പിന്നെ അത്യാവശ്യം നല്ല ഫീൽഡിങ്ങും ഉണ്ട് കേട്ടോ. അവർക്ക് നല്ല ഫീൽഡിംഗ് ഉണ്ട് കേട്ടോ. തിലക് വർമ്മയുടെ ക്യാച്ചൊക്കെ എടുത്ത് കണ്ടില്ലേ സ്ട്രൈറ്റ്. ആ സിക്സ് പോയി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ക്യാച്ച് എടുത്തു. എന്ത് തന്നെയായാലും ഇനി പാകിസ്ഥാൻ ഞായറാഴ്ചയാണ് കളി. ഇതിൻ്റെ ഇനി നമുക്ക് റിവ്യൂകളൊക്കെ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വരാം. ലോകകപ്പ് ഇന്ത്യ തന്നെ എടുക്കട്ടെ. പാകിസ്ഥാനെതിരെ ഒരു വമ്പൻ വിജയം തന്നെ വരട്ടെ ഇന്ത്യക്ക്. അതെന്തായാലും ജയിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഒരു 180 190 റൺ ഇന്ത്യ ഫസ്റ്റ് ബാറ്റിങ്ങിൽ എടുക്കുവാണെങ്കിൽ ഇന്ത്യ സിമ്പിളായിട്ട് ജയിക്കും. അവരത്രയൊന്നും ഇന്ത്യൻ പിച്ചിൽ കളിക്കാൻ സാധ്യതയില്ല. അത് ഇന്ത്യയുടെ നല്ല ബോളർമാരും ഉണ്ട്. അങ്ങനെ അത്ര 180 റൺ എടുത്താൽ ഇന്ത്യക്ക് വിജയിക്കാം. പിന്നെ അവരാണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ 150 160 റണ്ണിൽ എറിഞ്ഞിട്ടാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വലിയ ബോളിംഗൊന്നും ഇല്ല. ഇപ്പോൾ ഈ മാങ്ങേർ എറിയണവനൊക്കെ പുതിയൊരു ബോളറൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ ബോള് സൂര്യകുമാർ അതൊക്കെ എടുത്ത് അപ്പുറം അടിച്ച് തൂഫാനാക്കും. അങ്ങനെ നമുക്ക് ഈ കളിയിൽ സഞ്ജു കളിച്ചു. അത്യാവശ്യം നല്ല കാമിയോ. പുള്ളിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ IPL വരുമല്ലോ, നമുക്ക് IPL ആയാലും പുള്ളി തിളങ്ങിക്കോളും. അതൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.